പ്ലസ് ബിൽ എങ്ങനെയാണ് നമുക്ക് ബില്ലിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് നോക്കാം. അതിനുവേണ്ടി ബില്ലിംഗ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ബില്ലിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് കസ്റ്റമറെ ആഡ് ചെയ്യാനാണ്. കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിന്ന് ഫസ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി F5 ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച കസ്റ്റമേഴ്സ് ഇവിടെ ലിസ്റ്റിൽ വരുന്നതായിരിക്കും. ഇനി നമുക്കൊരു പുതിയൊരു കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് F3 ബട്ടൺ പ്രസ് ചെയ്യാം. F3 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് മാസ്റ്റർ കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്വിക്കായിട്ടുള്ളൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ അക്കൗണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ക്യാഷ് കസ്റ്റമർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് കസ്റ്റമർ എന്ന പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് അവരെ ക്രെഡിറ്റ് ബില്ലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഇവിടെ ക്രെഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാം. ക്രിയേറ്റ് ചെയ്ത് വെച്ച കസ്റ്റമറെ സെലക്ട് ചെയ്യാം. ടെസ്റ്റ് കസ്റ്റമർ സാമ്പിൾ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബില്ലിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, പ്രൈസ് കാറ്റഗറി സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രൈസ് കാറ്റഗറി നിങ്ങൾ ഐറ്റത്തിൻ്റെ മുകളിൽ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പ്രൈസ് ചൂസ് ചെയ്ത് പ്രൈസ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബില്ലിലെ എല്ലാ ഐറ്റത്തിനും സെക്കൻഡ് പ്രൈസിലായിരിക്കും എടുക്കുക. നമുക്കിവിടെ ഫസ്റ്റ് പ്രൈസ് വെക്കാം. ഐറ്റത്തിൻ്റെ പേര് സെർച്ച് ചെയ്യാവുന്നതാണ്. സാമ്പിൾ ഐറ്റം അവർ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുപോകുന്നതിനെ കുറിച്ച്, എത്ര ക്വാണ്ടിറ്റി കൊണ്ടുപോകുന്നു അത് എൻ്റർ ചെയ്യുക. പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം, മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ 10 ഐറ്റം കൊടുത്തിട്ടുണ്ട്, 10 ഐറ്റത്തിന് നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് F9 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഈ F9ൻ്റെ അകത്ത് നിങ്ങൾക്ക് ഹാൻഡ്ലിംഗ് ചാർജ്, പെയ്ഡ് എമൗണ്ട്, ഏജൻറ്റ് കമ്മീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് എമൗണ്ട്, പിന്നെ നിങ്ങൾക്ക് ഹാൻഡ്ലിംഗ് ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ക്രെഡിറ്റ് ബില്ലാണ്, ആ ബില്ലിൻ്റെ അകത്ത് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പെയ്ഡ് എമൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പകുതി ക്യാഷ് ബില്ലിൻ്റെ അകത്ത് അവർ പെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പെയ്ഡ് എമൗണ്ട് ആയിട്ട് കൊടുക്കാവുന്നതാണ്. 32,500 നിങ്ങൾക്ക് ബില്ല് വരുന്നത്, 2,500 രൂപ അവർ ക്യാഷായി തരുവാണ്. അതായത് ബില്ലടിക്കുന്ന സമയത്ത് ക്യാഷായിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2,500 എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ 30,000 രൂപ ബാലൻസ് ഉള്ള മൈൽ അവരെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ആവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഏജൻറ്റാണ്. അപ്പോൾ നമുക്ക് ഏജൻറ്റ് നമ്മൾ ഓൾറെഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഏജൻറ്റ് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ F5 പ്രസ് ചെയ്യുക. F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഏജൻറ്റ് വരുന്നതായിരിക്കും. നമുക്കിവിടെ ഏജൻറ്റ് പരുൺ എന്ന് പറയുന്ന ഏജൻറ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് അടിച്ചു കൊടുക്കുക. ഏജൻറ്റ് എന്തെങ്കിലും നിങ്ങൾ കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, 15% കമ്മീഷൻ. ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 15% കമ്മീഷൻ അവരെ അക്കൗണ്ടിലേക്ക് എന്തായിരിക്കുന്നതാണ്, ഡെപ്പോസിറ്റ് പോലെ കിടക്കുന്നതാണ്. പിന്നെ നിങ്ങൾ അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബില്ലിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അപ്പോൾ സൈറ്റ്, ഡെലിവറി അഡ്രസ്സ്, ഡിസ്പാച്ച്, ഈ 3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നേരെ എക്സിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എസ്കേപ്പ് ചെയ്ത് കഴിയും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ F10 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. F10 ആണ് സേവ് ബട്ടൺ വരുന്നത്. F10 പ്രസ് ചെയ്യുക. F10 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് പോകുന്നതായിരിക്കും. F10 1 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ വന്ന് നിൽക്കുന്നതായിരിക്കും. പ്രിൻറ്റ് വേണോ വേണ്ടെന്നുള്ളത്. പ്രിൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നാണ് ബട്ടൺ പ്രസ് ചെയ്യുക. ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ബില്ലിംഗ് പ്രിൻറ്റ് വരുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം F10 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് വരുന്നതായിരിക്കും. നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ബില്ലിൻ്റെ അകത്ത് ഈ ഐറ്റത്തിന് അവർക്ക്, ആ കസ്റ്റമർക്ക് നമ്മൾ പഴയ റേറ്റ് എന്തെങ്കിലും കൊടുത്തത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഐറ്റത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് F6 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ ചെയ്തിരിക്കുന്ന, ഓപ്പണിംഗ് ചെയ്തിരിക്കുന്ന, നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ റെക്കോർഡുകളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സെയിൽസ് റിട്ടേൺ ചെയ്തത് ഈ കസ്റ്റമർക്ക് തന്നെ നമ്മൾ സെയിൽസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പഴയ ഇയർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്യുന്ന നമുക്ക് ഓൾഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനോട് വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഫിനാൻഷ്യലിലേക്ക് ഈ കസ്റ്റമർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നോ ഫിൽറ്ററിൻ്റെ അടുത്തായിട്ടൊരു ഓപ്ഷൻ വരും. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയാണ് നമുക്ക് സെർച്ച് ബട്ടൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറുടെ പേര് ഇവിടെ അടിക്കുകയാണ്. കസ്റ്റമർ സാമ്പിൾ എന്ന് പറയുന്ന കസ്റ്റമറുടെ പേര് അടിച്ച് നിങ്ങൾ സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ അടിച്ചിരിക്കുന്ന എല്ലാവിധ ബില്ലുകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്.
നിങ്ങൾക്ക് ക്വിക്കായിട്ടൊരു 1 എന്ന് പറഞ്ഞ ബിൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ക്വിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓപ്പൺ അടിച്ച് ഇവിടെ 1 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കൊടുത്ത് നമ്മൾ 1ാമത്തെ ബില്ലിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഓപ്പൺ അടിച്ച് നിങ്ങൾ F5 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ബില്ല് എമൗണ്ട് വെച്ചിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് 7500 നിങ്ങൾ ബില്ല് എമൗണ്ട് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഞാൻ ബില്ല് എമൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 7500 അടിച്ച എല്ലാ ബില്ലുകളും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ ഓപ്ഷനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ സെർച്ച് ബട്ടൺ വരുന്നത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ക്വിക്കായിട്ട് അറിയുന്നത്, പാർട്ടി നെയിമാണ് പാർട്ടി നെയിം, അതല്ല ഏജൻറ്റാണ് ഏജൻറ്റ്, ബിൽ നമ്പർ, ബിൽ സീരീസ്, ഫോൺ നമ്പർ, നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് അറിയുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബില്ലുകൾ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രൊഡക്റ്റിൻ്റെ ലെഡ്ജർ അറിയണം. അതായത് നമ്മൾ കസ്റ്റമറും സപ്ലയറും ലെഡ്ജർ അറിയുന്ന പോലെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ലെഡ്ജറും ഇവിടെ അറിയാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് വരുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. പ്രൊഡക്റ്റ് ലെഡ്ജറിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് F5 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഐറ്റത്തിൻ്റെ പേരാണ് അവിടെ പേര് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന ആഡ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റുകളും പിന്നെ നമ്മളിവിടെ വിറ്റിരിക്കുന്ന പ്രൊഡക്റ്റുകളും ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഏതൊക്കെ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമർ ലെഡ്ജർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് ലെഡ്ജറും വരുന്നതായിരിക്കും.